നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അവർ ഓപ്പറേഷനുകളുടെ രാജാവുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ വന്ന് രാജ്യം മുഴുവൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അഭിമാനകരമായ പ്രോജക്റ്റായി മുമ്പോട്ട് പോകുന്നു. ലോകമൊട്ടുള്ള മലയാളികൾ മുഴുവൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. സ്ത്രീകളും കുട്ടികളും കുടുംബത്തിലുള്ള എല്ലാവരും അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു മൈലേജും പൊളിറ്റിക്കലായിട്ട് തന്നെ വലിയൊരു ഒരു ഒരു ബൂമാറാങ്ങായിട്ടാണ്, അല്ലെങ്കിൽ വളരെ വലിയ ഒരു പരിപാടിയായിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഇവിടുത്തെ ഈ ലഹരി കച്ചവടം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബൂമാറാങ്ങായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണ് രമേശ് ചെന്നിത്തല അക്കാര്യത്തിൽ ഓപ്പറേഷൻ തൂഫാനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹേമചന്ദ്രനെ അഡ്വൈസറായി വെച്ചു. അതുപോലെ തന്നെ IPS വിജയനെ പിടിച്ച് ADGP ആക്കി, ലാൻഡ് ഓർഡർ ആക്കി. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള നല്ലൊരു ടീമിനെ വെച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല വലിയ നിലയിൽ ആഭ്യന്തര വകുപ്പിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓപ്പറേഷൻ തൂഫാനിൽ കയ്യടി നേടിയപ്പോഴാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയായി വരുന്നു. 300ഓളം ഗുണ്ടകളെയാണ് അകത്താക്കാനുള്ള പരിപാടി ഇട്ടിരിക്കുന്നത്. 25 പേരെ അകത്താക്കി കഴിഞ്ഞു. അതിൽ അർജുൻ ആയങ്കി, എന്നെ പിടിക്കാമെങ്കിൽ പിടിച്ചോടാ എന്നുള്ള സ്റ്റൈലിൽ ആഭ്യന്തരമന്ത്രി വരെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയെ കൃത്യമായി കണ്ണൂരിലെ ഒരു ഫ്ലാറ്റിൽ നിന്ന്, അർജുൻ ആയങ്കിയുടെ അഡ്വക്കേറ്റിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഒരു സുഹൃത്തിനോടൊപ്പം ഇന്നലെ രാത്രി പുലർച്ചെ 2 മണിക്ക് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യാൻ നടന്നു. അറസ്റ്റിന് തൊട്ട് മുമ്പേ ആയങ്കി ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. അതിനിടയിൽ കോട്ടയ്ക്കൽ എന്ന ഭാഗത്ത് ആട്ടോയിൽ സഞ്ചരിച്ച കഥയും ചായ കുടിച്ച കഥയും മുഴുവൻ കഥകളും നമ്മുടെ കേരള പോലീസ് ചികഞ്ഞെടുത്ത് കംപ്ലീറ്റ് പൊക്കിയെടുത്ത് അർജുൻ ആയങ്കിയെ അകത്തിട്ടു. അപ്പോൾ എന്തിനാണ് ഈ വെല്ലുവിളിച്ചത്? എന്തിനാണ്? അപ്പോൾ ഇപ്പൊ പറയുന്ന ആയങ്കി പറയുന്നത് രമേശ് ചെന്നിത്തല കീ ജയ്, രമേശ് ചെന്നിത്തല കൊള്ളാം, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം, VD സതീശൻ രാജിവെച്ചിട്ട് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം, അത്രയ്ക്ക് മിടുക്കനാണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അപ്പോൾ ഇവനൊക്കെ എന്തിൻ്റെ ഘടന? ഇതിനിടയിൽ CPM-ഉമായിട്ട് ഈ അർജുൻ ആയങ്കിക്ക് കണ്ണൂർ CPM ലോബികളുമായിട്ടും കണ്ണൂരിലെ CPM-ഉമായിട്ടും വലിയ ബന്ധമുണ്ട് എന്നുള്ള വാർത്ത ശക്തമായി പുറത്ത് വന്നിരുന്നു. MV ജയരാജനും P ജയരാജനും EP ജയരാജനുമായിട്ടൊക്കെ MV ഗോവിന്ദനുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട് ഈ അർജുൻ ആയങ്കിക്ക് എന്നുള്ള വാർത്ത വളരെ വലിയ തോതിലാണ് പുറത്തു വന്നത്. പക്ഷെ അതിനെ MV ഗോവിന്ദൻ നിഷേധിച്ചിട്ടുണ്ട്. MV ഗോവിന്ദൻ പറഞ്ഞ് ഞങ്ങൾക്ക് അർജുൻ ആയങ്കിയായിട്ടൊന്നും ബന്ധമില്ല, അത് വേണമെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. അപ്പോൾ തീർച്ചയായും എന്തായാലും CPM കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാരും മറ്റുള്ളവരും നേരത്തെ അവർക്ക് രാഷ്ട്രീയമായി ഇദ്ദേഹത്തിനോട് ഇയാൾ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അർജുൻ ആയങ്കിയെ സംബന്ധിച്ചിടത്തോളം ഇനി കേസുമായി മുന്നോട്ട് നീങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് കേസ് പറയാനും അദ്ദേഹത്തിന് കോടതിയിൽ ജാമ്യത്തിൽ ഇറക്കാനുമൊക്കെ വൻ ശക്തികൾ സംസ്ഥാനത്തുണ്ട്, വൻ ടീമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതോ കാണുന്നതായിട്ടുള്ള ഒരു സമൂഹമല്ല. സാധാരണ സിനിമയിലൊക്കെയാണ് ഇത് നമ്മൾ കാണുന്നത്. അധോലോക നായകന്മാർ, അധോലോക രാജാക്കന്മാർ, ഡോളുകൾ, ഡോൺ എന്നൊക്കെ പറയുന്ന അധോലോക രാജാക്കന്മാരുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ബോംബെ അധോലോകം എന്നൊക്കെ പറഞ്ഞും വായിച്ചുമൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ദാവൂദ് ഇബ്രാഹിം എന്നൊക്കെ പറയുന്ന വളരെ വലിയ ടീമാണ്. അവർക്ക് സ്വന്തമായി സേന പോലും ഉണ്ടെന്നാണ് പറയുന്നത്. വലിയ വലിയ ടീമാണ്. അപ്പോൾ അങ്ങനെ സ്വന്തമായി സകല സംവിധാനവുമുള്ള ഒരു പാരലൽ ഗവൺമെന്റ് പോലെ പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഈ ഗുണ്ട രംഗത്തും കൊട്ടേഷൻ രംഗത്തുമൊക്കെ. അവരെ ഒന്ന് പിടിക്കാൻ കണക്കാക്കി കൃത്യമായി അവരെ പൊക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പരിപാടി രമേശ് ചെന്നിത്തല തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ ഗ്രിപ്പും കൂടെ ആകുമ്പോഴാണ് രമേശ് ചെന്നിത്തല എന്ന വ്യക്തിക്കെതിരെ ശക്തമായ ആക്ഷേപവും ഭീഷണിയും, ജീവന് പോലും ഭീഷണിയുള്ള വാർത്തകളുണ്ട് എന്നുള്ള ഒരു സംശയം ഇദ്ദേഹത്തിൻ്റെ രമേശ് ചെന്നിത്തലയുടെ മകൻ ഇന്നലെ ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു. അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന് ഭയമുണ്ട്. മകന് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അച്ഛന് ഭീഷണിയുണ്ട്. അപ്പോൾ ഭീഷണിയൊക്കെ വന്നാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. ശരിയാണ്, നമ്മളെ സമൂഹം ഒരു കാരണവശാലും അങ്ങനെ ഒരു നന്മയിലേക്ക് സമ്പൂർണ്ണമായി പോകാൻ അനുവദിക്കില്ല. കാരണം ഇതൊക്കെ മോണിറ്ററി ബെനിഫിറ്റുകളും അതുപോലെ അന്താരാഷ്ട്ര ലോബികളും ഒക്കെ ഉള്ളതാണ്. ഇവിടുത്തെ ലഹരി മരുന്ന് വേട്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരെ അല്ല വേട്ടയ്ക്ക് ഇരയായത്, അവിടെ ഉള്ളവരെ പിടിച്ചു, അവർ 3000 പേര് അകത്ത് കിടക്കുന്നു, കുറച്ച് ലഹരി വേട്ട നടന്നു, അതൊക്കെ. പക്ഷേ കോടാനുകോടി രൂപയുടെ ലഹരി ബിസിനസ്സാണ്, കേരളത്തിലേക്ക് വരുന്ന ലഹരി കടത്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടവർ ചെറിയ ആളുകളല്ല, വൻകിട ടീമാണ്. അവർ വെറുതെ ഇരിക്കില്ല. അവർ ആരാണോ കാരണഭൂതൻ അവരെ കൈകാര്യം ചെയ്യും. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഇത് പൈലറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാനാണ് ഈ സംഘം ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുക. നമ്മൾക്ക് ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിലുള്ള വലിയ ഇടപെടലുകളായിരിക്കും ഇവർ ചെയ്യുന്നത്. നമ്മൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളെ കൊണ്ടുവന്നും, അതുപോലെ വാഹന ആക്സിഡന്റ് പല രൂപത്തിലുള്ള ഒരുപാട് രൂപത്തിൽ, ഒരുപക്ഷെ
അത് തന്നെ വേണമെന്നില്ല. നമ്മളെ കൃത്യമായി നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ മൂവ്മെൻറ്റുകളൊക്കെ മനസ്സിലാക്കി നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള പണം കൊടുക്കാനുള്ള ശക്തികൾ വരെ പിന്നിലുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. MP വീരേന്ദ്രകുമാർ ഒരു ദിവസമാണ് അദ്ദേഹത്തിന് വനം വകുപ്പ് മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞത്. ജയരാം രമേശ് ഇങ്ങനെ വനമൊന്നും തുടരുന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബഹളം ഉണ്ടാക്കിയപ്പോഴാണ്, ഖനി മുതലാളിമാർക്കെതിരെ കുറച്ച് ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ജയരാം രമേശിനെ മാറ്റി. അപ്പോൾ വളരെ വലിയ കോടാനുകോടി രൂപയുടെ പിന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൊടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ പണവും ഇറക്കിയിട്ടാണ് ഈ ബിസിനസ്സൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനെ പൊളിക്കാനുള്ള വലിയ ശ്രമമാണ് രമേശ് ചെന്നിത്തലയും സംഘവും ചെയ്യുന്നത്. ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ അപ്പോൾ 2 പരിപാടിയാകുന്നു. ഓപ്പറേഷൻ തൂഫാൻ അത് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഇനി ഓപ്പറേഷൻ ഗ്രിപ്പ് കൂടെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ തമ്മിൽ ഭയങ്കര ഇൻ്റർ കണക്ഷനുണ്ട്. കാരണം ഈ ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരും അവരെ സഹായിക്കാൻ നടക്കുന്നവരോ ഒന്നും സമയത്ത് ഭക്ഷണം കഴിക്കുന്നവരോ അങ്ങനെയുള്ളവരൊന്നുമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് പോകേണ്ടത് വളരെ വലിയ അത്യാവശ്യമുള്ള കാര്യമാണ്. എന്തായാലും ഒരു കാര്യം വളരെ പ്രധാനമാണ്. അർജുൻ ആയങ്കിമാരെയും കൊടിസുനിമാരെയും കിർമാണിമാരെയും ഒന്നും സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനപരം, നമുക്ക് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധുക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാനും സുഖമായി ഉറങ്ങാനും സ്വസ്ഥമായ ജീവിതം നയിക്കാനും കഴിയണം. അപ്പോൾ അതിനകത്ത് ഗുണ്ടകളൊക്കെ റോഡിൽ വിലസിയതുകൊണ്ട് പറ്റില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഗുണ്ടകളെ പോറ്റിയാലും അത് പറ്റില്ല. ഇത് ജയിലിൽ കിടക്കേണ്ടത് ജയിലിൽ കിടക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ വലിയ ഒരു ശ്രമമാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. ആ ശ്രമത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ ചില തിരിച്ചടികളോ ചില ഭയക്കേണ്ട വിഷയങ്ങളോ ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. അത് വന്നാലും മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വളരെ അടിയന്തരമായി ചെയ്തുകൊണ്ടുവരുന്ന, വളരെ പ്രധാനമായി ചെയ്തുകൊണ്ടുവരുന്ന, എല്ലാ ബഹുജനങ്ങളെയും ബന്ധിപ്പിച്ച് ചെയ്തുകൊണ്ടുവരുന്ന ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിന് ശേഷം ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ 2ാമത്തെ ഓപ്പറേഷനുമായി രമേശ് ചെന്നിത്തല വന്നിട്ടുണ്ട്. അദ്ദേഹം ഓപ്പറേഷൻ തൂഫാൻ വിജയിപ്പിച്ചതുപോലെ, അതിന് ദേശീയ തലത്തിലേക്ക് അറ്റൻഷൻ കൊടുത്തതുപോലെ, ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം അതിനകത്ത് അഭിപ്രായം പറഞ്ഞതുപോലെ, ദേശീയ തലത്തിൽ 100 ആഴ്ചയിലുള്ള പരിപാടികൾ ചെയ്യുന്നത് പോലെ തീർച്ചയായിട്ടും അടുത്ത് ഓപ്പറേഷൻ ഗ്രിപ്പിലൂടെ കൃത്യമായ ഗൂണ്ടാ വിളയാട്ടം അവസാനിപ്പിക്കണം. യോഗി ആദിത്യനാഥ് ഇത്തരത്തിലുള്ള ചില പ്രോജക്റ്റുകൾ എടുത്ത് പോലീസ് രാജിലൂടെ UP-യിൽ ഇത് അവസാനിപ്പിച്ചതാണ്. പല മുഖ്യമന്ത്രിമാരും പല സ്ഥലത്തെ മന്ത്രിമാരുമൊക്കെ ഇതുപോലത്തെ ശ്രമങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല നടത്തുന്ന ഈ ശ്രമത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. സധൈര്യം മുന്നോട്ട് പോവുക. നമുക്കിത് പറയാനേ കഴിയുള്ളൂ. പക്ഷേ സുരക്ഷയൊക്കെ നോക്കണം. ഗവൺമെൻറ് ആവശ്യമെങ്കിൽ കൂടുതൽ സുരക്ഷ കൊടുക്കണം. കാരണം ഇപ്പുറത്ത് നിൽക്കുന്ന ശക്തികൾ ചെറുതല്ല. മൂലധനത്തിൻ്റെയും അധോലോകത്തിൻ്റെയും വലിയ കാശുകാരാണ്. അവർ നമ്മെ ചിലപ്പോൾ വിചാരിക്കാത്ത രീതിയിൽ ഉന്മൂലനം ചെയ്യാൻ അവർക്ക് കഴിയും. അതുകൂടി മനസ്സിലാക്കുന്ന രീതിയിലുള്ള നല്ല സ്ട്രാറ്റജികളും പ്രതിരോധ നടപടികളും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ സുരക്ഷാ നടപടികളും ഒക്കെ കൊണ്ടുവേണം മുന്നോട്ട് പോകാൻ. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കായാലും വളരെ സുരക്ഷ അത്യാവശ്യമാണ്. അതിലേക്ക് തന്നെ ഗവൺമെൻറ് തന്നെ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഓപ്പറേഷൻ തൂഫാനിലൂടെ ഓപ്പറേഷൻ ഗ്രിപ്പിലൂടെ എത്തി നിൽക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായി രമേശ് ചെന്നിത്തല മാറുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ അനുഭവ സമ്പത്തുള്ള പരിപാടിയാണ് വരാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഒരു ബലം, അദ്ദേഹത്തിന് ബലം കൊടുക്കേണ്ടത് ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു കാര്യമാണ്. ആർക്ക് പണമെടുത്ത് കൊടുക്കാൻ കഴിയില്ല, പക്ഷെ ഒരു ആത്മബലം കൊടുക്കാൻ എല്ലാവർക്കും കഴിയും. കാരണം കൈകാര്യം ചെയ്യുന്ന വിഷയം അതീവ ഗുരുതരമാണ്, തലമുറകളെ ബാധിക്കുന്നതാണ്, ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ്. 2ാമത്തെ പോരാട്ടം ഗൂണ്ടാ വിളയാട്ടത്തിനെതിരെ പോരാട്ടമാണ്. രണ്ടും ഒരു നാണയത്തിൻ്റെ 2 തട്ടുകളായി വേണമെങ്കിലും നമുക്കെടുക്കാം, 2 ഭാഗമായിട്ട് എടുക്കാം. ഗൂണ്ടാ വിളയാട്ടവും ലഹരി പ്രയോഗവും അല്ലെങ്കിൽ ലഹരിയുടെ പദാർത്ഥങ്ങളുടെ ഉപയോഗവും. അപ്പോൾ ഇതിനെതിരെയുള്ള ശക്തമായ നടപടികൾ നടക്കട്ടെ. തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല ഈ എടുക്കുന്ന എഫർട്ട് വിജയിക്കട്ടെ. അതിന് ഓരോരുത്തരാലും കഴിയുന്ന അല്ലെങ്കിൽ സംഘമായി കഴിയുന്ന ഒരുപാട് ആളുകൾക്ക് പലതും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. അത് മാധ്യമങ്ങളുടെ ധർമ്മവും, പ്രിന്റ് മീഡിയ ആണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ധർമ്മവും, സോഷ്യൽ മീഡിയ ആണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ധർമ്മവും ഒക്കെ ചേരുന്ന ഒരു വല്ല കളക്റ്റീവ് ആക്ഷനിലൂടെയാണ് ഇത് പോകേണ്ടത്. സമൂഹത്തിൽ നിന്ന് ഒരു പ്രാവശ്യം ഈ മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് വിചാരിച്ച് സമ്പൂർണ്ണമായി തീരണമെന്നില്ല. വീണ്ടും വരാം മദ്യവും മയക്കുമരുന്ന്. പക്ഷെ അത് വരാതിരിക്കാനുള്ള സോഴ്സ് ഉൾപ്പെടെ അടയ്ക്കുകയും പൊളിക്കുകയും ഇത് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ വലിയ നിലയിൽ
പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും കൂടി അനിവാര്യമാണ്. അതിനുള്ള സ്കൂൾ തല ബോധവൽക്കരണ അവബോധ പ്രചരണ പരിപാടികൾ തയ്യാറാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു വശത്ത് പ്രചരണ പരിപാടികൾ, അവബോധ പരിപാടികൾ, വിദ്യാഭ്യാസ പരിപാടികൾ, മറുവശത്ത് കയ്യിലിരിക്കുന്നവരെയും കുഴപ്പക്കാരെയും ഗുണ്ടകളെയും പിടിച്ച് ജയിലിലിടുന്ന പരിപാടി, ഇതെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്വപ്നം കാണുന്ന ഒരു നാടും നഗരവും ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ഉണ്ടാകാതിരിക്കാൻ ഒരു വഴിയും കാണുന്നില്ല.